ആകാശവാണി കൊച്ചി FM 102.3. സുഭാഷിതം. ഏറെ മനുഷ്യർക്കു കണ്ണുനീർ നൽകുന്ന യുദ്ധങ്ങളെന്തിനുവേണ്ടി, നാശങ്ങൾ മാത്രം ചമയ്ക്കാൻ കഴിയുന്ന യുദ്ധങ്ങൾ ആർക്കൊക്കെ വേണ്ടി, ഉള്ളിൽ പകതൻ കനലെരിയിക്കുന്ന യുദ്ധം കൊടും പ്രാകൃതത്വം, ശാന്തമാം ജീവിതം തല്ലിത്തകർക്കുന്ന യുദ്ധം മനുഷ്യവിരുദ്ധം. ആ രക്തദാഹം നശിക്കട്ടെ, ഭൂമിയിൽ നന്മതൻ വേരുറയ്ക്കട്ടെ, വേലികളെല്ലാം തകർത്തു മനുഷ്യനിൽ സൗഹൃദം പുഷ്പിച്ചിടട്ടെ. കവിയും അധ്യാപകനുമായിരുന്ന അന്തരിച്ച പി മധുസൂദനന്റെ വരികളാണിവ. മനുഷ്യൻ സംഘടിക്കാൻ തുടങ്ങിയ അന്നുമുതൽ യുദ്ധം ആരംഭിക്കുന്നു. ആർത്തിയും കോപവും ബുദ്ധിഭ്രമവും മനുഷ്യ മനസ്സിലെ വിഷയങ്ങളാണ്. ഇങ്ങനെ ശ്രീബുദ്ധൻ പ്രസ്താവിച്ചിട്ടുണ്ട്. കാമക്രോധ ലോഭമോഹങ്ങളെ അടക്കണമെന്നത് ഭാരതീയ തത്വശാസ്ത്രത്തിന്റെ പൊതുമാനദണ്ഡമാണ്. അതിലോഭങ്ങളും അത്യാഗ്രഹങ്ങളും വ്യക്തികളെയും രാഷ്ട്രങ്ങളെയും നശിപ്പിച്ച ചരിത്രപാഠങ്ങൾ ഏറെയുണ്ട്. മനഃപൂർവ്വം കരുതിക്കൂട്ടി സംഭവിപ്പിക്കുന്ന അപകടങ്ങൾ, കുറ്റകൃത്യങ്ങൾ, അത്യാഹിതങ്ങൾ, കുട്ടക്കുരുതികൾ എന്നിവ ഇന്നും നിത്യസംഭവങ്ങളാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുടുംബങ്ങളിലും ഓഫീസുകളിലും മറ്റും നടക്കുന്ന മർദ്ദനങ്ങളും കലാപങ്ങളും കലഹങ്ങളും യുദ്ധസമാനം പോലെ, മാറാരോഗം പോലെ മാനവ ജീവിതത്തെ താറുമാറാക്കുന്നു. യുദ്ധം മനുഷ്യ മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചിലപ്പോഴൊക്കെ പരസ്പര സ്നേഹമോ വിശ്വാസമോ നന്മയോ അല്ല, മറിച്ച് വെറുപ്പാണ് മനുഷ്യനെ അതിവേഗം ഒന്നിപ്പിക്കുന്നത്. യുദ്ധം, സംഘർഷം, കലാപം എന്ന പേരിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന നീചപ്രവൃത്തികളുടെ സ്ഥായിയായ കാരണം വെറുപ്പും അതിമോഹങ്ങളും മറ്റുമാണ്. നമ്മൾ അത്തരം പരിശോധനകൾ നടക്കുമ്പോൾ വിവിധ രാഷ്ട്രങ്ങളിൽ, ഏതാണ്ട് 60-ലധികം രാഷ്ട്രങ്ങളില് 300-ലധികം കലാപങ്ങൾ, നേരത്തെ പറഞ്ഞ കലാപം, സംഘർഷം, യുദ്ധം എന്ന പേരില് ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. അജ്ഞാതവാസകാലത്ത് നടന്നതാണ്. ഗന്ധർവ രാജാവിനാൽ ബന്ധിക്കപ്പെട്ട ദുര്യോധനന്റെ ഭടൻ പാണ്ഡവരുടെ അടുത്ത് വന്ന് സഹായം തേടുന്നു. ധർമ്മപുത്രർ അർജുനനോട് രക്ഷകനായി പോകാൻ പറയുമ്പോൾ ഭീമൻ ചോദ്യം ചെയ്യുന്നു. തക്കം നോക്കി കൊല്ലേണ്ട ആളെ രക്ഷിക്കണം പോലും. അയാൾ എന്തെല്ലാം ആപത്തുകൾ വരുത്തിയിട്ടുണ്ട്, എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതല്ലേ തരം? ഇവിടെ ധർമ്മപുത്രൻ പറയുന്നത് നോക്കൂ. പരസ്പരം വിവാദേതു വയം 5 അന്യൈ സഹ വിവാദേതു വയം 5 പാണ്ഡവരും കൗരവരും തമ്മിൽ പോരാടുമ്പോൾ നമ്മൾ 5 പേരും അവർ 100 പേരുമാണ്. മറ്റു സന്ദർഭങ്ങളിൽ നാം 105 പേരുമാണ് എന്ന് സാരം. ഏതായാലും യുദ്ധം അവസാനിപ്പിച്ചേ തീരൂ. സമാധാനമെന്ന മാർഗത്തിലൂടെ അല്ലാതെ ഈ ഭൂമിയിൽ ഒരു ശരിയായ ജീവിതം ഉണ്ടാവാൻ തരമില്ല. ഏതു ജീവജാലങ്ങൾക്കും ഇത് ബാധകമാണ്, വിശേഷിച്ച് മനുഷ്യർക്ക്. അത്രമാത്രം നശിപ്പിച്ചാണ് മാനവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാന്തിയുടെ മാർഗത്തിലേക്ക് എത്താതെ മറ്റു വഴികളൊന്നുമില്ല. ഭയരഹിതമായ സ്നേഹമുള്ള ഒരാകാശത്തിനു കീഴിൽ സമാധാനത്തോടെ ഉറങ്ങാനും ജീവിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. സൗഹൃദം പുഷ്പിച്ചിടട്ടെ. നന്ദി, നമസ്കാരം.